ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയിൽ മനു ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്നെല്ലാം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിചാരം ഇപ്പോഴും ചീഫ് കേണൽ എന്നാണ്, അതൊക്കെ അലീന മാറ്റി കൊടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് മനു ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അങ്കിള് അലീനയെ വിട്ടിട്ട് വരുന്ന സമയത്ത് അങ്കിളിന് ഒരു വിഷമവും തോന്നിയില്ലേ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വീട് വള്ളിയല്ലേടാ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നത്, അതിൻ്റേതായ വിഷമം എനിക്കും ഇല്ലേ എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കാമെന്ന് വിചാരിച്ചു, അവിടെ ഇവിടെ ഇട്ടേച്ച് വരുന്നത് ശരിയല്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി ചെല്ലണ്ടേ പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ആൻറ്റിയുടെ അധികാരം തുടങ്ങിയിട്ടുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അലിനെ ഇല്ലാത്തത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു, ഈ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ പോയിട്ടുള്ളൂ, എന്നാൽ ഈ വീട് കാണുമ്പോൾ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തി ആട്ടോ. വൈജയന്തി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്സ്റ്റെയർ കയറി പോകുന്നുണ്ട് കേട്ടോ. കയറി പോകുന്ന സമയത്ത് രോഹിത്തിൻ്റെ മുറിയും കൂടി നോക്കുന്നുണ്ട്. രോഹിത്തിനെ കാണാണ്ടാട്ടോ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വാൾഡ്രോപ്പ് എല്ലാം തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം പൂട്ടിയിട്ടാട്ടോ ബാലചന്ദ്രൻ പോയിരിക്കുന്നത്. എന്നിട്ട് എല്ലാം അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാട്ടോ ബാലചന്ദ്രൻ്റെ മേശയിൽ ഒരു ലാപ്ടോപ്പ് കണ്ടത്. അത് ബാലചന്ദ്രൻ്റെ ലാപ്ടോപ്പായിരുന്നു. അത് തുറന്നിട്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാ അച്ഛൻ്റെ റൂമിൽ കയറിയത്. അന്നേരം വൈജയന്തി ഞെട്ടുന്നുണ്ട് കേട്ടോ. ഞെട്ടിട്ട് ചോദിക്കുകയാണ് നിനക്കെന്താ വേണ്ടേ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ റൂമിലാണ് കയറിയത്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ റൂമിൽ കയറാറില്ല, അച്ഛൻ്റെ പെർമിഷനും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ കയറിയതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് എനിക്കെന്തോ അമ്മ ഇവിടെ കള്ളത്തരം ചെയ്യുന്ന പോലെ തോന്നിയെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി എഴുന്നേറ്റ് നിന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട് എനിക്കോ കള്ളത്തരം, നിന്റെ അച്ഛൻ ഒരു കള്ളത്തരം ചെയ്താൽ നിനക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഈ റൂമിൽ കയറിയിട്ടാകുമ്പോൾ നിനക്ക് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനു ഇവരുടെ അടുത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പിന്നെ വൈജാൻറ്റി എന്തേ ഇവിടെ കയറി വന്നത്, ഇത് അങ്കിളിൻ്റെ മുറിയല്ലേ എന്ന് പറയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട് ഷെടാ ഇത് ആരോടൊക്കെ ഇത് ബോധിപ്പിക്കണം, ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമല്ലേ എന്ന് പറയാണ്. അന്നേരം രോഹിത്ത് മനുവിനോട് പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് തോന്നി, അമ്മ എന്തൊക്കെയോ ഇവിടെ കള്ളത്തരം ചെയ്യുന്നത് പോലെ, എന്നിട്ടാണ് ഞാൻ ചോദിക്കാൻ വന്നതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നീ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അമ്മ കള്ളത്തരം കാണിച്ചു എന്നല്ല പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി പറഞ്ഞതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പിന്നെ ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ട്രാൻസാക്ഷനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പറയാണ് ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയാണ്. വേറെ ഒരു വേലക്കാരിയായ അവൾക്ക് എന്തിന് ഇത്രയും പണം ഇവിടുന്ന് കൊടുത്തു എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് താഴേക്ക് പോവാട്ടോ വൈജയന്തി. എന്നിട്ട് മനു രോഹിതിനോട് പറയുന്നുണ്ട് ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല എന്ന്. കാണിക്കുന്നത് അലീനയെ ആൻ്റപ്പനെ ആട്ടോ. അലീന എല്ലാ വീടുകളും നോക്കിക്കാണാണ്. ആൻ്റപ്പന എല്ലാ വീടുകളും റൂമുകളും എല്ലാം കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ ഒരു റൂം, ഇവിടെ മുകളിൽ അപ്സ്റ്റെയറിൽ 2 റൂമാണ് ഉള്ളതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഇത്രയും വലിയ വീട് ഒരാൾക്ക് വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് വലിയ ആളല്ലേ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ആരും താമസം ഇല്ലല്ലോ എന്ന്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് ഇല്ല ഇവിടെ ആരും താമസമില്ല, എല്ലാം പൂട്ടിക്കിടക്കുക എന്ന് പറയാണ്. എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് ഇനി വീട്ടിന് പുറത്ത് കാണണ്ടേ, ഗാർഡൻ, കുളം, പൂന്തോട്ടം ഇതൊക്കെ കാണണ്ടേ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് കാണണം എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് എന്നാൽ വാ പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോവാട്ടോ. പിന്നെ വീട്ടിലില്ല ഔട്ട് ഹൗസും വേലക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അവിടെ ഒരു കുളം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ കുളത്തിൻ്റെ അടുത്തേക്കെല്ലാം അവർ പോവാട്ടോ. പിന്നീട് അലീന ചോദിക്കുന്നുണ്ട് പ്ലാന്റർ ആണെന്ന് പറയുന്നത് കേട്ടല്ലോ, എവിടെയാ തോട്ടം എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് ഏത് റബ്ബറാണോ, റബ്ബർ അങ്ങ് ദൂരാണ്, ഇവിടെ എല്ലാം കൂടി 3.5 ഏക്കർ സ്ഥലമുള്ളതെന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ റബ്ബറോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് അത് ഒരു 150 ഏക്കറോളം വരുന്നുണ്ട്, അവിടെ കാണണമെങ്കിൽ കേണൽ സാറ് കൊണ്ടുപോകുമെന്ന് പറയാണ്. എന്നിട്ട് അലീന പിന്നെയും ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് താമസിക്കാനല്ലേ ഇത്രയും വലിയ വീട് എന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് വലിയ ആളല്ലേ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൊരു വീടാട്ടോ. വൈജയന്തി എല്ലാവരെയും നിർത്തി ചോദ്യം ചെയ്യാട്ടോ. ലാപ്ടോപ്പ് ആണെങ്കിൽ കയ്യിലുണ്ട്. എന്നിട്ട് ബബിതയോടും കൃഷ്ണമോളോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്ക് എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവൾക്ക് കൊടുത്ത എണ്ണയിലേ ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അതെ ഞങ്ങളെ കാണിച്ചത് തന്നെയാണ് അച്ഛൻ ചേച്ചിക്ക് കൊടുത്തതെന്ന് പറയാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട് അമ്മയുടെ വിചാരം ഇത് അച്ഛനെ ഒളിപ്പിച്ചിട്ട് രഹസ്യമായിട്ട് ചേച്ചിക്ക് കൊടുത്തു എന്നാണോ എന്ന് ചോദിക്കുകയാണ്.
എന്നിട്ട് ബബിത പറയുന്നുണ്ട് ഞങ്ങളാണ് ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അലിന ചേച്ചി ഒരുക്കി വിട്ടത് ഞങ്ങളാണെന്ന് പറയാണ്. അങ്ങനെ വൈജയന്തി രോഹിത്തിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറും ഒരു വേലക്കാരിയായവൾക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് 12.5 പവനല്ലേ കൊടുത്തത്, അത് റൗണ്ട് ചെയ്ത് 15 പവൻ കൊടുക്കണമായിരുന്നു എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇത് വെറുതെ കിട്ടുന്ന പൈസയല്ല, ഇത് നമ്മളെ പൈസയാണെന്ന് പറയാണ്. 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് മനുവിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിൽ യാതൊന്നും പറയാനില്ലേന്ന്. അന്നേരം മനു പറയുന്നുണ്ട് കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതായിരുന്നു, കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് ഒരു 50-51 പവനെങ്കിലും കൊടുക്കേണ്ട ആയിരിക്കും എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എനിക്ക് 101 പവൻ വേണം എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് ദാ നോക്ക് അവൾക്ക് 101 പവൻ, കൃഷ്ണമോക്കും വേണ്ടേ അത്രയും, പിന്നെ എന്താ ഇതിൽ കുറച്ച് കുറഞ്ഞു പോയിന്നേ ഞാൻ പറയുമെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇത് എൻ്റെ മക്കളാ, അവർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, അതുപോലെയാണ് എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്നവൾക്ക് കൊടുക്കലെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് അത് മകളാണെന്ന് സങ്കല്പിച്ചാൽ പോരെ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ സങ്കല്പിക്കാനാണെങ്കിൽ എത്ര പേരുണ്ട്, അവർക്കൊക്കെ കൊടുത്താൽ പോരെ എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ മുന്നേ വേലക്കാരിയായിട്ട് നിന്ന് കുഞ്ഞുമോക്ക് കൊടുത്തോ, ജാനമ്മക്ക് കൊടുത്തോ, ഇവളെ തൊലിവെളുപ്പ് കണ്ടിട്ടല്ലേ അവൾക്ക് കൊടുക്കുന്നതെന്ന് പറയാണ്. അവൾ എന്നാ സഹായമാണ് ഈ വീട്ടിന് വേണ്ടി ചെയ്തതെന്ന് പറയാണ്. അന്നേരം മനു വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്കിള് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അങ്കിളിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അവളല്ലേ എന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസിലല്ലേ കൊണ്ടുപോയതെന്ന് പറയാണ്. എന്നിട്ട് മനു പിന്നെയും ചോദിക്കുന്നുണ്ട് ഈ രോഹിത്തിനെതിരെ പീഡന കേസ് കൊടുത്തിട്ട് അവളല്ലേ രക്ഷിച്ചതെന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവൾ സ്വയം കത്രിക കുത്തിക്കയറ്റിയല്ലേ, എന്നിട്ട് ആരാ പറയുന്നതെന്ന് പറയണം. അന്നേരം ബബിത പറയുന്നുണ്ട് രോഹിതേട്ടനെ ഇപ്പോൾ കേസിൽ നിന്ന് രക്ഷിച്ചത് അലീന ചേച്ചിയല്ലേ എന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് അവൾ കുറ്റമൊന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത്, അത് അവൾക്കറിയാം, അതുകൊണ്ടാണ് അവൾ കോടതിയിൽ സത്യം പറഞ്ഞതെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് വെറുതെ അമ്മ ചളി പറഞ്ഞിട്ട് സ്വന്തം വില കുറക്കണ്ട എന്ന് പറയാൻ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ആരും എൻ്റെ വില കുറക്കാൻ നോക്കണ്ട, ഞാനാണ് എൻ്റെ വില തീരുമാനിക്കേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് തന്നെ വീണ്ടും വീണ്ടും പറയാണ് ഈ 15 ലക്ഷം രൂപയും 17,000 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാലചന്ദ്രനും അലീനയും തമ്മിൽ എന്താ ബന്ധമുള്ളതെന്ന് എനിക്ക് അറിയണമെന്ന് പറയാണ്. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, എനിക്കത് മനസ്സിലാവും, ഞാനൊരു പെണ്ണാണെന്ന് പറയാണ്. ഇതൊന്നും ഞാൻ വെറുതെ വിട്ട് കളയില്ല എന്ന് പറയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട് ആൻറ്റി ചോദിക്കുക എന്നിട്ട് കിട്ടുന്നതൊക്കെ വാങ്ങിക്കുമെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ദേഷ്യത്തോടെ മനുവിനോട് പറയാണ് 15 ലക്ഷം രൂപ അവളെ തൊഴിൽവിളപ്പിന് കൊടുത്തതിൻ്റെ വില എന്ന് പറയാണ്. എന്നിട്ട് മനു ദേഷ്യത്തോടെ പറയാണ് രോഹി ഞാൻ പോവാം, ഇവിടെ നിന്നാലേ ഇനി ശരിയാവത്തില്ല, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യത്തോടെ ഇറങ്ങി പോവാട്ടോ. ആ സമയത്ത് രോഹിത്തും മേലേക്ക് കയറി പോകുന്നുണ്ട്, ബബിതയാണെങ്കിൽ റൂമിലേക്കും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്നു കൃഷ്ണമോളാട്ടോ. കൃഷ്ണമോള് വൈജയന്തിയെ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ ബബിതയുടെ കൂടെ തന്നെ കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രോഹിത് രേവതിക്കുട്ടിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കേട്ടോ. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് ഹലോ എന്നെ മനസ്സിലായോ എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് മനസ്സിലായി രോഹിത് ഏട്ടനല്ലേ. എന്നിട്ട് പറയാണ് എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ഒരു സങ്കടകാര്യം പറയാനാണെന്ന്. രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് സങ്കടകാര്യമാണെങ്കിൽ കേൾക്കണ്ട എന്ന് പറയണം. അന്നേരം രോഹിത് പറയുന്നുണ്ട് അത് ആലീന ചേച്ചിയുടെ കാര്യമാണ് എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചി അവിടെ നിന്ന് പോയോ എന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ചേച്ചി ഇവിടുന്ന് പോയി അതിലേ വരാൻ നിന്നതാ, പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായി പോയി എന്ന് പറയുന്നത്. അന്നേരം രേവതി പറയുന്നുണ്ട് കള്ളത്തരം പറയില്ലേന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അല്ല അതിലേ വരാൻ വേണ്ടിയിട്ട് നിന്നതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ പോയതെന്ന് പറയാണ്. അവിടെ ചെന്നിട്ട് തിരിച്ച് വിളിക്കുമായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലെ കുറേ രഹസ്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറയാണ്. അന്നേരം രോഹിത് പറയാണ് അതെന്താ അങ്ങനെ ഒരു രഹസ്യം. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊക്കെയുണ്ട്, നിങ്ങളെ വീടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്ന് പറയാണ്.